ഇതേ പഴയൊരു തറവാട്ട് വീടാണേ. അപ്പോൾ ഇതെന്താ എന്ന് പറഞ്ഞാൽ ഇവരുടെ മുൻപ് റോഡ് അപ്പുറത്ത് പാടത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു വഴിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ ഈ സൈഡിൽ നിന്ന്, അതായത് നേരത്തെ കിഴക്ക് വശത്തു നിന്നാണ് വഴി ഉണ്ടായിരുന്നത്, ഇപ്പോൾ പടിഞ്ഞാറ് വശത്തു നിന്നാണ് വഴി. അപ്പോൾ വീടിൻ്റെ ഡയറക്ഷൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. രണ്ടാമത്തത്, വീട്ടിൽ ഇപ്പോൾ മക്കളും കുഞ്ഞുമക്കളും ഒക്കെ കൂടി ഒരുമിച്ച് വരുമ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇരിക്കാനുള്ള നമ്പർ ഓഫ് ബെഡ്റൂംസിൻ്റെ കുറവ്, ലിവിങ് സ്പേസസ് തീരെ കൺജസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് നോക്കിയത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുമ്പ് കിഴക്ക് വശത്തു നിന്നായിരുന്നു എൻ്റർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തു നിന്നായിരുന്നു ഇവിടെ ഒരു ഡ്രോയിങ് റൂമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്കിപ്പോൾ നമ്പർ ഓഫ് ബെഡ്റൂംസ് ഒരെണ്ണം കൂടുകയും വേണം, പ്രൈവസിയൊക്കെ ഉള്ളത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ലൈറ്റ് ഓൺ ആക്കട്ടെ, ഒരു മിനിറ്റ്. ഇവിടെ അവരുടെ പഴയ ഡ്രോയിങ് റൂമായിരുന്നേ, ഇതിനെ നമ്മൾ അവർക്കൊരു ബെഡ്റൂം ആക്കിയിട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്പർ ഓഫ് ബെഡ്റൂംസ് ഒരെണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു, അത് നമ്മൾ റെഡിയാക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ ഡ്രോയിങ് റൂമിനെ ഒരു വലിയ ബെഡ്റൂമാക്കി മാറ്റി, പഴയ അതിനകത്തുണ്ടായിരുന്ന ഒരു സ്പേസ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് ഇവിടെ ഒരു ചെറിയ ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കി, ഒരു അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ളൊരു ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മുൻപ് ഇവിടെ ഒരു ചെറിയ ബെഡ്റൂം ഉണ്ടായിരുന്നു, തീരെ ചെറിയ ബെഡ്റൂം. ഞാൻ എൻ്റെ സൈസ് കാണിച്ചു തരാം. ഇവിടെ ഒരു വാളുണ്ടായിരുന്നു, നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ റൂമിന് ഇവിടേക്ക് ഇത്രയും വലുപ്പത്തിലേക്ക് ആക്കിയതാണ്. അപ്പോൾ പ്രാക്ടിക്കലി 2 നല്ല ബെഡ്റൂംസ് നമ്മൾ ഇവിടെ ആഡ് ചെയ്തു നിങ്ങൾക്ക് കരുതാം. പിന്നെ എന്താ പറഞ്ഞാൽ ഞാനിപ്പോൾ നിന്നിരുന്ന സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് ഒരു ചെറിയ കുടുസായിട്ടുള്ളൊരു സ്പേസ് ആയിരുന്നു. അതും പ്രത്യേകിച്ച് അവരൊന്നും യൂസ് ചെയ്തിരുന്നില്ല. അതായത് ഈ സ്ഥലം അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലം, ഈ 2 സ്പേസും ചെറിയ 2 സ്റ്റോർ റൂംസ് എന്നുള്ള രീതിയിലാണ് അവർ യൂസ് ചെയ്തിരുന്നത്. അതിനെ നമ്മൾ 2ഉം കൂടി ചേർത്തിട്ട് ഒരു ലിവിങ് സ്പേസ് ആക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ആ വോളിൻ്റെ അവിടെ ഒരു ലൈൻ ഇട്ടേക്കുന്നുണ്ട്, ആ ലൈൻ വരെ അത് കട്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്തത്, മുമ്പ് ഡൈനിങ് എന്ന് പറയുന്ന ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമായിരുന്നു. എന്നാൽ ഇപ്പം ഈ വാൾ കണ്ടില്ലേ, ഈ വാൾ തുടങ്ങി ഇവിടം വരെ ഇതൊരു 8 അടിയിൽ താഴെയുള്ളൂ, 7 ഫീറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു ചെറിയൊരു ടേബിൾ ഇട്ട് അവരവിടെ ഭക്ഷണം കഴിച്ചിരുന്നു. അതൊന്ന് ഡിഫറൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, അവിടെ മുമ്പ് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഡോർ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ ഈ ഡോറും ഈ വിൻഡോയും മാറ്റിയിട്ട് അവിടെ 3 പാനൽ വിൻഡോ വയ്ക്കും. അപ്പോൾ അത്യാവശ്യം ലൈറ്റ് അതിലേ വരും. എന്നിട്ട് ഈ എൻഡിൽ നമ്മൾ പുതിയ മെയിൻ ഡോർ വയ്ക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വീടിന് പുതിയതായിട്ട് ഈ പടിഞ്ഞാറ് വശത്ത് പുതിയ റോഡ് വന്നു. അപ്പോൾ ആ റോഡ് കൂടെ ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് വീടിൻ്റെ മെയിൻ എൻട്രൻസ് തിരിക്കരുത്. നേരത്തെ കിഴക്ക് വശത്തായിരുന്നു മെയിൻ ഡോറ്, അതിന് പകരം പടിഞ്ഞാറ് വശത്ത് റോഡിൻ്റെ സൈഡിലേക്ക് നമ്മൾ മെയിൻ എൻട്രി ആക്കിയിട്ട് ഇവിടെ പുതിയ ഡോറ് വരും. ഇപ്പോൾ ഡോർ കൂടെ കയറി കഴിഞ്ഞാൽ റീസണബിൾ ആയിട്ടുള്ള സൈസുള്ളൊരു ഡ്രോയിങ് റൂം എന്ന് പറഞ്ഞാൽ ഇവിടെ 3 സൈഡിൽ നമുക്ക് നീറ്റായിട്ട് ഫർണിഷ് ചെയ്യാം. ഇവിടെ നിന്ന് കടന്നു, ഇവിടെയാണ് കിച്ചൺ വരുന്നത്. അപ്പോൾ കിച്ചൻ്റെ ഡോർ കൂടെ കടന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ യൂസ് ചെയ്യാതെ കിടന്നിരുന്ന 2 സ്റ്റോർ റൂംസ് ഉണ്ടായിരുന്നു. ആ 2 സ്റ്റോർ റൂംസിൻ്റെയും സ്പേസിൽ നമ്മളൊരു ഡൈനിങ് ടേബിൾ കൊണ്ടുവന്നിട്ടാൽ പ്രാക്ടിക്കലി ഡ്രോയിങ് റൂം, ഡൈനിങ് റൂം, ലിവിങ് ഇതെല്ലാം കൂടി ഒരു സിംഗിൾ സ്പേസ് ആയിട്ട് അവർക്ക് അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടി വരുന്ന സമയത്ത് ഒരു നല്ല സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഡ്രോയിങ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈനിങ് റൂമിന് പ്രൈവസി ആയി. ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ബെഡ്റൂം, ചെറിയ ബെഡ്റൂം ഉണ്ടായിരുന്നത് നമ്മൾ വലുതാക്കിയ കാര്യം പറഞ്ഞു. അതിൻ്റെ എൻട്രൻസ് ഡൈനിങ് റൂമിനകത്തു നിന്നാണ്. അതേപോലെ തന്നെ നേരത്തെ ഇത് ഡ്രോയിങ് റൂമായിരുന്നു. അപ്പോൾ ഈ റൂമിനകത്തു നിന്നായിരുന്നു ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അതിനകത്ത് ഇപ്പോൾ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പൂട്ടിയിരിക്കുക. അപ്പോൾ ആ ബെഡ്റൂമിൻ്റെ പ്രൈവസിയുടെ പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഡോർ ഇളക്കിയിട്ട് നമ്മൾ വീണ്ടും ഡൈനിങ് റൂമിൽ ഈ വിൻഡോ ഉണ്ടല്ലോ, ആ വിൻഡോ മാറ്റിയിട്ട് ആ ഭാഗത്തേക്ക് നമ്മൾ വയ്ക്കുകയാണ്. അപ്പോൾ ആ ബെഡ്റൂമിനും പ്രൈവസി, പ്രാക്ടിക്കലി നല്ല പ്രൈവസിയുള്ള 3 ബെഡ്റൂമും മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ ലിവിങ് സ്പേസും ഉള്ള ഒരു രസകരമായ വീടായിട്ട് പഴയ കുഞ്ഞു കുഞ്ഞു മുറികളുള്ള വീടിനെ നമ്മൾ തറവാട്ട് വീടിനെ നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ മുകളിലത്തെ മച്ചൊക്കെ നമ്മൾ അതേപോലെ തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാണ്, ഇവിടെ ഒരു വാളുണ്ടായിരുന്നു കണ്ടില്ലേ,
ഈ വോള് രണ്ട് വോള് നമ്മൾ കട്ട് ചെയ്തു. അത് കട്ട് ചെയ്തിട്ട് ഈ മച്ചിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ ഐ ബീമുകൾ കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ ഐ ബീംസും ഈ സ്റ്റീൽ പ്ലേറ്റ്സും അവിടെയൊക്കെ കിടപ്പുണ്ട്. പ്ലേറ്റ് കണ്ടമാനം പ്ലേറ്റ് വേണം. കാരണം ഒരു റൂമിൻ്റെ കേസ് എടുത്താൽ, ഞാൻ വീണ്ടും അവിടേക്ക് വരാം. മച്ച് കണ്ടില്ലേ, പഴയ മച്ചിൻ്റെ ലേഔട്ട്. ഈ മച്ച് ഇങ്ങനെ കിഴക്ക് വടക്കും, ഇപ്പുറത്തെ മച്ച് തെക്ക് പടിഞ്ഞാറുമായിട്ടാണ് ലേഔട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തമ്മിൽ 2 വാൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 2 വാൾ മാറുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു മച്ചിൻ്റെ ഉത്തരം വരുന്നു, ഇപ്പുറത്തെ അടുത്തതിൻ്റെ ഉത്തരം വരുന്നു. അപ്പോൾ ഈ 2 ഉത്തരത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ടാണ് അവിടെ അത്രയും പ്ലേറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ പ്ലേറ്റ്സൊക്കെ വെച്ചിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും അത് പിടിപ്പിക്കുന്നതിൻ്റെ ഇത് കാണാം. ഇപ്പോൾ തൽക്കാലം നമ്മൾ സപ്പോർട്ട്സൊക്കെ കൊടുത്ത് ഈ മച്ചിനെ നിലനിർത്തിയിരിക്കുകയാണ്. വാൾസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഐ ബീം നമ്മൾ ഇന്ന് തന്നെ കയറ്റും. അത് കഴിയുമ്പോൾ സ്ട്രക്ചറലി ഈ മച്ചുകൾ മുഴുവനും സേഫായി സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതെല്ലാമാണ് ഒരു പഴയ തറവാട്ട് വീടിന് നമ്മൾ മോഡേൺ കംഫർട്ട്സ് കൊണ്ടുവരികയാണ്. മോഡേൺ കംഫർട്ട്സ് പഴയ തറവാട്ട് വീടിന് കൊണ്ടുവരുമ്പോൾ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ, നമുക്ക് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കൊക്കെ വളരെ സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇവരെല്ലാവരും കൂടി വളരെ കംഫർട്ടബിളായിട്ട് നിൽക്കാനുള്ളൊരു സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും റെഗുലറായിട്ട് അവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് വരാനുള്ള ഒരു കംഫർട്ടും സൗകര്യങ്ങളും കുറഞ്ഞു പോകും. അല്ലേ, ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉള്ള ഒരു രസകരമായിട്ടുള്ളൊരു വീടാണിത്. ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. നന്ദി, വളരെയധികം സന്തോഷം.